വിഭജന ഭീതി ദിനം ആചരിക്കരുതെന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശം കോളേജുകൾക്ക് കൈമാറിയതിൽ വിശദീകരണം തേടി സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ. സാങ്കേതിക സർവകലാശാല ഡീൻ അക്കാദമിക്സിനോടാണ് വിശദീകരണം തേടിയത്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, ഈ ഓഗസ്റ്റ് 14 സംസ്ഥാനത്ത് ഈ വിഭജന ഭീതി ദിനം ആചരിക്കാനുള്ള നിർദ്ദേശം എത്തുന്നു. അതിൽ വലിയ പ്രതിഷേധം, SFIയുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും അത് ആചരിക്കാൻ പറ്റാതെ വന്നു. വളരെ ചുരുക്കം ചിലയിടങ്ങളിൽ മാത്രമാണ് അത് പേരിനെങ്കിലും സാധിച്ചത്. പക്ഷേ ഇപ്പോൾ ഇതിങ്ങനെ മന്ത്രിയുടെ നിർദ്ദേശം, അതിനെതിരെ അത് നൽകിയതിൽ വിശദീകരണം ചോദിച്ച് വൈസ് ചാൻസലർ രംഗത്തെത്തുന്നു. അപ്പോൾ ആ വിഷയം വീണ്ടും വളരെ ഗൗരവമേറിയ ഒരു ചർച്ചയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും സ്മിത, ഈ വിഷയം വിടാൻ ചാൻസലറുമായി ചേർന്ന് നിൽക്കുന്ന താൽക്കാലിക വൈസ് ചാൻസലർമാരോ തയ്യാറല്ല എന്നുള്ളതാണ് ഈ സർക്കുലറിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകിയതിനനുസരിച്ച് ഓഗസ്റ്റ് 13 എല്ലാ കോളേജുകൾക്കും, അഫിലിയേറ്റ് ചെയ്ത എല്ലാ കോളേജുകൾക്കും ഡീൻ അക്കാദമിക്കാണ് ഇത്തരമൊരു സർക്കുലർ അയച്ചത്. അതായത് ആദ്യം VCയുടെ നിർദ്ദേശപ്രകാരം PRO ഈ വിഭജന ഭീതി ദിനാചരണം ആചരിക്കണമെന്നും നാടകങ്ങളോ മറ്റ് സെമിനാറുകളോ സംഘടിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കുലർ അയക്കുന്നു. അതിനുശേഷമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പരാമർശം വരികയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രേഖാമൂലം ഈ സർവകലാശാലകൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇത്തരത്തിൽ ദിനാചരണം പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡീൻ അക്കാദമിക്ക് എല്ലാ കോളേജുകൾക്കും ഇത്തരത്തിൽ വിഭജന ഭീതി ദിനാചരണം നടത്തരുത് എന്ന് കാണിച്ചുകൊണ്ട് സർക്കുലർ അയച്ചത്. എന്തായാലും 5 ദിവസത്തിനകം ഈ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സർക്കുലർ അയച്ചത് എന്ന് വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ കോളേജുകളുമായി കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ട ഉത്തരവാദിത്തം അത് രജിസ്ട്രാർക്കാണ്. ഡീൻ അക്കാദമിക്ക് അത്തരമൊരു അവകാശമില്ല എന്നുള്ളതാണ് ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ പറയുന്നത്. അതേസമയം ആദ്യം ഈ നിർദ്ദേശം നൽകിയത് PRO ആണ് എന്നുള്ള കാര്യവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. സ്മിത. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.